ഹായ് ഓൾ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വിളവെടുപ്പിൻ്റെ ഒരു ജേണി തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. ഇത് കണ്ടോ, നമ്മൾ നടുന്ന ടൈമാണ്. നമ്മൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങി അത് നടാൻ വേണ്ടി അതിൻ്റെ മിക്സൊക്കെ ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ ഗ്രോ ബാഗിലാണ് നട്ടുണ്ടാക്കുന്നത്. അതുപോലെ ഗ്രോ ബാഗിൽ അതുപോലെ ചെടികൾ നടാൻ ചെടിച്ചട്ടിയിലൊക്കെ മണ്ണ് നിറച്ച് ഇത് പച്ചമുളക് നടുന്ന കേട്ടോ. ഇത് ഗ്രോ ബാഗിൽ ഇങ്ങനെ ഓരോ പച്ചമുളകും നമ്മൾ നട്ട് വെച്ചു. ഇത് നമ്മൾ ഏകദേശം ഒരു ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ചെയ്തത് കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ എല്ലാം നിരത്തി വെച്ചു. അതുപോലെ ചെറിയ ചെറിയ പ്ലാന്റ്സൊക്കെ എൻ്റെ വീടിൻ്റെ സൈഡിൽ നമ്മൾ വാങ്ങി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തൊരു വീഡിയോ ആണ്. അത് സ്പീഡപ്പിലായി കാണിക്കുന്നു മാത്രം. അതിനുശേഷം നമുക്ക് സന്തോഷപൂർവ്വം നമ്മുടെ പച്ചമുളകൊക്കെ ഉണ്ടായി കേട്ടോ. കാരണം പച്ചമുളകിന് ഭയങ്കര ബുദ്ധിമുട്ട് അതൊന്ന് പിടിച്ച് കിട്ടി നല്ല രീതിയിൽ വരാം. കാരണം അത് എന്താ പറയുക, ഫസ്റ്റത്തെ ബ്രാഞ്ചസ് വരുമ്പം തന്നെ അതിനൊരു മുരടിപ്പ് പ്രശ്നം ഉണ്ടാവും. അപ്പം എൻ്റെ ഇതിന് ഞാൻ ഒരു മരുന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മരുന്ന് ജൈവ മരുന്നാണ്, ജൈവ കീടനാശിനിയാണ്. അത് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ മുരടിപ്പൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരുപാട് പച്ചമുളകൊക്കെ നമുക്ക് കിട്ടിയിട്ട് വളരെ ഹാപ്പി. ആകെ 10 ചോട് നമുക്ക് നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ ഒരുപാട് പച്ചമുളക് കിട്ടിയിട്ട് നമ്മളെ വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ നന്നായിട്ട് മൂത്ത് പഴുത്തിട്ടൊക്കെ നമുക്ക് പച്ചമുളക് ഒരുപാട് കിട്ടി. അപ്പം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ വളർച്ചയ്ക്കും ഞാൻ ഓരോ പച്ചമുളക് പറിക്കുന്ന ടൈമിലും ഒക്കെ എടുത്ത വീഡിയോസാണിത്. അപ്പോൾ കുറച്ചൊക്കെ പച്ചമുളക് ഞാൻ അടുത്തുള്ളവർക്കും ബന്ധുക്കൾക്കൊക്കെ ആയിട്ട് അങ്ങനെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. എന്നാലും ഒരുപാട് പച്ചമുളക് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വഴുതനങ്ങ ഇതിപ്പം പഴുക്കുന്ന ടൈമായി. അപ്പോൾ അന്നേരം എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് പഴുത്തിട്ടല്ലേ ഉള്ളത്, ഇപ്പം മഴയൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ ഇതിനു മുമ്പേ ഒരുപാട് പച്ചമുളക് നമുക്കിതുപോലെ നന്നായിട്ട് പഴുത്തതിന് ശേഷം മാത്രമേ ഞാൻ പറിച്ചെടുക്കാറുള്ളൂ. അത് എന്താ പറയുക, റെഡിഷ് കളർ മാത്രം പോലെ നന്നായിട്ട് പഴുത്തതിന് ശേഷം പറിച്ചെടുത്ത് അത് വെയിലത്തിട്ട് ഉണക്കി. ഓൾറെഡി ഞാനിപ്പം എന്താ പറയുക, എൻ്റെ ഈ മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യേണ്ട മുളക് പൊടിയുടെ കൂടത്തിൽ പൊടിപ്പിച്ച് ഞാൻ ഭരണിയിലാക്കി വെച്ച് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് അതിന് ശേഷവും നമുക്ക് പച്ചമുളക് ഇതുപോലെ പഴുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഉണക്കി വെച്ച് നമുക്ക് കറിക്കൊക്കെ വറുത്തിടാനൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾക്ക് കുറച്ച് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. തക്കാളിയും അത്യാവശ്യം കിട്ടി. പക്ഷേ തക്കാളിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ നന്നായിട്ട് കായ ഉണ്ടാകുമോ, നല്ലോണം പഴുത്ത് കിട്ടുകയൊക്കെ ചെയ്യുക, പക്ഷെ പുഴു ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതൊരു പ്രശ്നം. ഇത് വേറൊരു സംഭവം കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമിട്ടെ. കണ്ടോ, സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ, ഇത് മുത്താറിയാണ് കേട്ടോ. മുത്താറിയുണ്ട് നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക്. 1-2 മുത്താറി. ഇത് വന്നത് എങ്ങനെയാ വെച്ചാൽ, ഞങ്ങൾ ഇവിടെ ഇവിടെ ഒരു മുത്താറിൻ്റെ പുല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടേ. അപ്പോൾ അതിനകത്ത് കുറച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഇതായി 2-3 തൈകൾ ഇതാ മുത്താറിയുണ്ട്. നല്ല മുത്താറിയാണ് നമ്മുടെ. ആകെ ഒരു എത്രയുണ്ട്, 4, 8, 10 ചോട്ടിൽ നിന്നാണ് നമുക്ക് ഇത്രയും നല്ല ചുവന്ന പച്ചമുളക് കേട്ടോ. വേണ്ട, ഞാനത് പറിക്കാതെ വെച്ചാണ്. നമ്മൾ അത്യാവശ്യം പച്ചക്കറിക്ക് വേണ്ട പച്ചമുളക് പറിക്കാൻ അതിൻ്റെ കൂടെ വീണ് വരുന്നത്. ബാക്കി അവിടെ നിൽക്കട്ടെ, പഴുക്കട്ടെ വിചാരിച്ചിട്ട് അത് കുറേ എണ്ണം ഇപ്പം ഞാൻ എടുത്തിട്ട് വെയിലത്ത് ഇട്ടിട്ടുണ്ട്. ഇതിന് ഈ വെയിലത്ത് ഇട്ടിട്ട് ഉണക്കിയിട്ട് ഉണക്ക മുളകാക്കിയിട്ട് ഉപയോഗിക്കണം. ഓക്കെ, തക്കാളിയൊക്കെ പറിച്ച് കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് വേണം. അപ്പോൾ ഈ ഒരു മുളകില്ലേ, ഇത് എൻ്റെ ലാസ്റ്റ് ഘട്ട മുളകാട്ടോ. ഇപ്പം മഴ തുടങ്ങിയ പിന്നെ നമുക്ക് ഇതിനെ കൊണ്ട് യാതൊരു രക്ഷയില്ല. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ വെയിലത്തിട്ട് ഉണക്കി എടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. ഇത് കുറച്ച് ഉണങ്ങിയ മുളകാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ സന്തോഷം. ഭയങ്കര ഹാപ്പിയാണ് നമുക്കിതുപോലെ നല്ല റിസൾട്ടിൽ നമുക്ക് നട്ട് വിളവൊക്കെ കിട്ടുമ്പോൾ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകണ്ട. ബൈ, സീ യു.